കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ദേശമംഗലം തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടന്നു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. K. രാധാകൃഷ്ണൻ MP മന്ത്രിയായിരിക്കെ 2023-24 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തലശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. K. രാധാകൃഷ്ണൻ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മദർ തെരേസ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിടിച്ച് ജയിലിടുമായിരുന്നു. മദർ തെരേസ അറിയാലോ, കുഷ്ഠരോഗികളിലെ ഒരു കാലത്ത് കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ അറപ്പും വെറുപ്പോടും കൂടിയാണ് നമ്മൾ സമൂഹം കണ്ടത്. അങ്ങനെയുള്ള കുഷ്ഠരോഗികളെ അവരെ അസുഖം മാറ്റാൻ വേണ്ടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വലിയ മഹതിയാണ്. ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അല്ലെങ്കിൽ മതം മാറ്റൽ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞ ഒരുപക്ഷെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നു. അത് ഒരു ഭാഗത്ത്, അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ഒരുപക്ഷെ നിങ്ങളെല്ലാം വായിച്ചു കാണാം, പൂനെയിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ജവാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു സംഘം ആളുകൾ കയറി അവരെ വീട് രാത്രിയാണ്, കുട്ടികളും വയസ്സായ ആളുകളെല്ലാം ഉള്ള വീട്ടിൽ കയറിയിട്ടാണ്. അവർ ഇന്ത്യക്കാരല്ല, വിദേശികളാണ്, അല്ലെങ്കിൽ പുറത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി അവരെ ആട്ടിക്കൊണ്ടുവന്ന് എവിടേക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവർ രേഖയെല്ലാം പരിശോധിച്ചു. രേഖയെല്ലാം പരിശോധിച്ചിട്ട് നേരം വിളിക്കുന്നവരെ അവരെ എല്ലാം ആ പോലീസ് സ്റ്റേഷനിലെത്തി. കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ജവാന്റെ വീട്ടിലാണ്. പിന്നീട് പരിശോധിക്കുമ്പോൾ 400 കൊല്ലമായി അവർ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നവരുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. 400 കൊല്ലം, 4 തലമുറ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവരെയാണ് രാജ്യദ്രോഹികളായിട്ട് മാറ്റുന്നത്. ആരെ വേണമെങ്കിൽ തെരുവിൽ വെച്ച് വിചാരണ ചെയ്യാം, ആൾക്കൂട്ടത്തിൽ വിചാരണ ചെയ്യാം. എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വിചാരണ ചെയ്യാൻ വേണ്ടി കഴിയും. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. അങ്ങനെ വിചാരണ ചെയ്യപ്പെടുകയും കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ജയിലിലടയ്ക്കുകയും അല്ലെങ്കിൽ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുമെന്നുള്ളതാണ് നാം കണ്ടുപോകുന്നത്. UR പ്രദീപ് MLA അധ്യക്ഷനായി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി K. ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. വായനശാല വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ആമുഖ പ്രഭാഷണം നടത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു പ്രസാദ്, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS. ലക്ഷ്മണൻ, നസീറ സുധീർ, KA. ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.